നിൽക്ക്, കുമാരൻ പോ. ഡയലോഗ് എല്ലാം ഓക്കെ ആണല്ലോ. ആരെവിടെ എന്തുകൊണ്ടാണ് വീട് നോക്കണത്? അയ്യോ തന്നെ ഡയലോഗ് ആണോ? ആരെവിടെ? അയ്യോ തന്നെ ഡയലോഗാണ്. ആരെവിടെ? ഈശ്വര ഈശ്വര. കടുപ്പിച്ച ആരെവിടെ? കളിപ്പിച്ചാരെവിടെ? ആരെവിടെ? ആരെവിടെ? ആ പടം വരട്ടെ, പടം വരട്ടെ. എനിക്ക് 4 വട. എടോ തനിക്ക് എന്റെ വിചാരം മാത്രമല്ല, വടയിലടോ വടൻ. വടംവലിക്ക് ആളില്ലെന്നേ. വടംവലിയല്ലെന്ന് ഇങ്ങനെ കുത്തി ഇങ്ങനെ നടക്കില്ല. ഇങ്ങനെ അമ്മുമ്മതല്ലേ കുന്തമൊക്കെ പിടിച്ചിങ്ങനെ. ഈശ്വര ഇയാളൊക്കെ റൂമിക്കല്ലേ എന്നെ ഉണല്ലോ അല്ല. ഇവിടെ പടന് വേണ്ടി എന്ത് ചെയ്യും? പടന് വേണ്ടി എന്ത് ചെയ്യുന്നു? വല്ല മണ്ടനെ പിടിച്ചോണ്ട് വരും. അത്രയ്ക്ക് ബുദ്ധിയാന്ന ഭാവം. മിഠായിടാ ലാസ്റ്റ് ഐസ്ക്രീം ഫാമിലി പാക്ക്. എന്താ വേണ്ടേ? നീ ആനെ നോക്കാൻ എത്ര ആള് വരുന്നത്? ഞങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടാണ് സഹായിക്കുന്നത്. എടോ ഇങ്ങനെ ഡയലോഗ് അറിയൂ? ഡയലോഗ് അറിയൂ? എടോ മഹാരാജൻ അങ്ങ് ദൃഢത മോചിതനാവട്ടെ. മഹാരാജൻ അങ്ങ് ദൃഢത മോചിതനാവട്ടെ. ഏത് പുളിയാണോ? ഒരു ഊർവശത്തിൽ കൊണ്ടുപോകണം. തന്നെ കൂട്ടം എനിക്ക് അറിയാമായിരുന്നു ഇങ്ങനെ മണ്ടന്മാരെയൊക്കെ കൊണ്ടുള്ളൂന്ന്. എടാ എനിക്ക് പോകാൻ പറ്റില്ല. ഞാൻ 5 വർഷം പോയിട്ടല്ലേ എനിക്ക് നീര് വന്ന് അടി കൊണ്ടായത്. ഉണ്ടാണ്ടിരിക്കില്ല. എന്ത് ചെയ്യും? അതാ പോവും. എന്നാ ഇതുകൊണ്ട് 100 പ്രാവശ്യത്തിൽ കൊണ്ടുപോകാം. നിനക്ക് ഞാൻ ഫാമിലി പാക്ക് തേർത്ത് കേട്ടാ. ആ രാജ്ഞി വരട്ടെ, രാജ്ഞി വരട്ടെ, രാജ്ഞി വരട്ടെ. എനിക്കൊരു കടങ്കഥ ചോദിക്കാം. എന്താ? എല്ലാ ദിവസവും രാത്രി എല്ലാ സ്ത്രീകളും 8 മണിക്ക് ഒരു മരത്തിന്റെ അടിയിൽ. അത് ഏത് മരം? ആ എനിക്കറിയൂ. നീ പറഞ്ഞിട്ടേ പോകുള്ളൂ. ആ ഞാൻ പോകും. ഇയാളെന്ത് ചെയ്യും? ആ രാജ്ഞി വരട്ടെ. മഹാരാജൻ നമ്മുടെ മകളുടെ വയറ്റിൽ. മഹാരാജൻ നമ്മുടെ മുകളുടെ വയറ്റിൽ. ഞാൻ എന്റെ മോളെ വീട്ടുന്നു. ഞാനിവിടെ ഇവിടെ ഇന്നലത്തെ ചിക്കൻ കറി. എടാ ഇന്നത്തെ ചിക്കൻ കറി. അതിനൊരു ഐഡിയ ഉണ്ട്. ആ വിമ്മൊന്നും കൂടിയില്ല. ആ എന്റെ പോക്കറ്റി കുറച്ച് എടുക്കണ്ട. ഞാൻ എടുത്തോട്ടെ. ഞാൻ പാത്രം കഴിക്കാൻ വേണ്ടിട്ടാ. ആദ്യം ഇവന്റെ വാ തുറന്നിട്ടുണ്ടല്ലോ. കുറച്ച് വിമ്മ അതിന്റെ വായിലേക്ക് ഇടാം. എന്നിട്ട് അടയ്ക്കാം. എന്നിട്ടല്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കൊണ്ടല്ല അത് അറബിക്കടലിൽ ഓരോ കൊടുക്കുന്നു. അമ്മേ എനിക്ക് ആ വീട്ടിൽ പോയി അയലോകത്തെ മന്ത്രിയുടെ അയലോകത്തെ മന്ത്രിയുടെ അയലോകത്തെ മന്ത്രിയുടെ അയലോകത്തെ മന്ത്രി പിന്നെ അവിടെ പോയി മന്ത്രി നിങ്ങളോടാണ് വരാൻ പറഞ്ഞത്. എല്ലാരും എനിക്കിപ്പോ പേടി. മന്ത്രി നമ്മളെ പടന്റെ അപ്പം തടത്തിമാർക്കാണ് പോയി. ആ അതല്ലേ പണി. പോയി വിളിച്ചോടാ. നെക്സ്റ്റ് ഓഡിയൻസ്
കൊല്ലുവടാ. നീ എന്നെ കൊല്ലൂലേ? എന്ത് കഷ്ടം ഇത്. ഞാൻ നിന്നെ കൊല്ലുവടാ. നീ പിന്നെ മന്ത്രി അട്ടയിക്കുന്നു. എടോ താഴെ എങ്ങോട്ട് പോണേ? ഞാൻ താഴെ വന്ന് അച്ഛനെ പിടിച്ച് കടിക്കാം. അയ്യോ അട്ടനെ പിടിച്ച് അടിക്കാനല്ലേ മോനെ അട്ടയിക്കുന്നത് ശരിക്കാൻ. ആക്കല്ലേ മോനെ ആക്കല്ലേ. ഒന്ന് ചിരിക്കണോ? ഓ എനിക്കിപ്പോ മനസ്സിലായി എന്റെ പഴയ തൊഴിലെന്താന്ന്. വായിനോട്ടം. സ്വന്തം വർഗത്തിന് ഇവിടെ ആരെങ്കിലും തിരിച്ചറിയാണ്ടിരിക്കും. നാണം കെടുത്ത് ഇളന്തി ഇളന്തി അയാൾ നോക്കാം. അജയ് സൂപ്പർ. രാജാവ് മന്ത്രിയെ കാളാകൂള വെക്കുന്നു. കാളാകൂള വെട്ടാൻ പറഞ്ഞേ. കാളാകൂള വെട്ടാൻ വെട്ടും. എന്താ എന്താ വാലോളഞ്ഞത്? വാഴ പോയി. ഞാൻ പാല്. പിന്നെ പാല് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും? കാളാകൂള വെട്ടാ. രാജാ മന്ത്രി മരിച്ചു കഴിഞ്ഞു. മന്ത്രിയോട് മനുഷ്യനോട് തന്നോടാണ് മനുഷ്യനെ പറഞ്ഞേ. ബോധമൊക്കെ തിരിച്ചു വന്നോ? ദൈവമേ അറിയോ ആ കാര്യം തന്നെ. കുറെ നേരം പോയിട്ട് എഴുതി കഴിഞ്ഞോ? ആ പഠിച്ചു. ഒന്ന് പറഞ്ഞേ. പച്ചക്കറി 1 കിലോ, പഞ്ചസാര 2 കിലോ, വെണ്ടയ്ക്ക 2 എന്തൊക്കെയാണ് പഠിച്ചു പോയെ? ഞാൻ താതന്നെ ഞാൻ പഠിച്ചതില്ല. ഈശ്വര വീട്ടുപകരണങ്ങളുടെ സാധനങ്ങളാണ് ലിസ്റ്റ് കൊടുത്തിട്ടെ പണി പാളി. മാട്ട് പറക്കണ ബസ്സിനെ ഏഴ് വെച്ച് പിടിക്കാനല്ലേ പണി പാടും. ഇതുകൊണ്ട് 100 ലക്ഷം നിനക്ക് ഞാൻ ഫാമിലി ബാഗ് എടുത്തടാ. അണ്ണ അണ്ണ കനാലിൽ കുളിക്കാനുള്ളതാ. ചൊറണ്ടല്ല വേണ്ട. കേട്ടോ കേട്ടോ അണ്ടർവെയർ തന്നെ റൂമിക്കല്ല കുഴപ്പമില്ല. എനിക്കറിയാം മൊത്തം നാണിക്കേട്. എന്ത് ചെയ്യണം? അടുത്ത ഡയലോഗ് പറയണോ? കണ്ട ട്രൂപ്പും പാലൊക്കെ ആൾക്കാരും ഒന്ന് കണ്ട. ഞാൻ എട്ടാകുമ്പോ നിങ്ങൾക്ക് ഭയങ്കര പുച്ഛമായിരുന്നല്ലോ ഇവിടെ. ആ എന്താണോ പോകുന്നത്? ആ ഞാനാ എന്താ വേണ്ടത്? ഓഹോ അങ്ങനെയല്ലേ കാര്യം. കല്ലാനാണല്ലേ രാജാ. ആ രാജ ഒന്ന് പറഞ്ഞു കൊടുക്കണം നിന്റെ ആശാനാണെന്ന്. എന്റെ രാജ നിന്റെ അവരോട് അമ്പളങ്ങി പിടിക്കാം. ഒന്നും പറഞ്ഞു കൊടുക്കരുത് രാജ. എടാ ഒന്ന് മുമ്പിന്ന് പറഞ്ഞു